ഈ വർഷം ജനുവരി 17 അമ്മീസ് 2 എന്നുള്ളൊരു മ്യൂസിക് ഇവന്റ് നമ്മുടെ കോളേജിൽ സംഘടിപ്പിക്കുന്നുണ്ട്. കോളേജ് 1958 സ്റ്റാർട്ട് ചെയ്ത് 60 വർഷം എത്തുന്നതോടുകൂടി നമ്മൾ കോളേജിന് A+ ഗ്രേഡ് കിട്ടി. കോളേജ് ഒരുപാട് കൾച്ചറൽ ആൻഡ് സ്പോർട്സ് അക്കാഡമിക് ആക്ടിവിറ്റീസ് ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കഴിഞ്ഞ വർഷം മുതലാണ് അമ്യൂസ് എന്നൊരു പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളത്തിലെ ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് മ്യൂസിക് ബാൻഡ് കോമ്പറ്റീഷൻസ് പങ്കെടുക്കാനും നല്ല കലാകാരന്മാരെ വളർത്തിക്കൊണ്ടുവരാനുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഞങ്ങളുടെ കോളേജിൽ മുമ്പ് പഠിച്ച 88-90 പഠിച്ച ഒരു പ്രമുഖ ഗിറ്റാരിസ്റ്റും ജോൺ പി വർക്കിയുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ അലുമിനി അസോസിയേഷൻ്റെ ആഭിമുഖ്യത്തിലാണത് മെയിനായിട്ട് നടക്കുന്നത്. അലുമിനി അസോസിയേഷനാണ് സംഘടിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. കഴിഞ്ഞ വർഷം വളരെ വിപുലമായ രീതിയിൽ സംഘടിപ്പിക്കപ്പെട്ടു. ധാരാളം ആളുകൾ പങ്കെടുത്തു. ഈ വർഷവും അതിനേക്കാളും മികച്ച രീതിയിൽ നമ്മളത് സംഘടിപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജനുവരി 17 കാലത്ത് തൊട്ട് മ്യൂസിക് ബാൻഡിൻ്റെ മത്സരങ്ങൾ ആരംഭിക്കും. ഉച്ചയ്ക്ക് 2 തൊട്ട് അലുമിനി കോളേജിൽ പഠിച്ചു പോയ വിദ്യാർത്ഥികളുടെ ഒരു മീറ്റിംഗ് 2 തൊട്ട് 4 വരെ ഡിപ്പാർട്ട്മെന്റ് തലത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട്. 4 തൊട്ട് 5 വരെ അലുമിനിയുടെ ഒരു പൊതുവായ മീറ്റിംഗ് സംഘടിപ്പിക്കുന്നുണ്ട്. കോളേജിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ അലുമിനിയും സംഘടിപ്പിച്ചുകൊണ്ട് അവരെല്ലാ അലുമിനിയും നമ്മൾ പ്രതീക്ഷിക്കുന്നു. 6:30 ശേഷം കഴിഞ്ഞ വർഷം സംസ്ഥാന അവാർഡ് കിട്ടിയ മ്യൂസിക് ബാൻഡിൽ അവാർഡ് കിട്ടിയ ഹരിശങ്കറിന്റെ ഒരു മ്യൂസിക് ഇവന്റ് സംഗീത സദസ്സ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾ പ്രതീക്ഷിക്കുന്നു. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നതിന് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റർ അരുണിനെ ഇത് 2ാമത്തെ വർഷമാണ് നമ്മൾ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോളേജിന്റെ അലൂമിനൈ 1968 ആരംഭിച്ച കോളേജാണ്. അന്നേരം തുടങ്ങിയുള്ള അലൂമിനൈ എല്ലാവരും പങ്കെടുക്കുന്നതാണ്. അപ്പം അലൂമിനൈയുടെ നേതൃത്വത്തിൽ മുൻ അലൂമിനി ആയിട്ടുള്ള പ്രമുഖ ഗിറ്റാറിസ്റ്റ് ജോൺ പി വർക്കിയുടെ സ്മരണാർത്ഥമാണ് ഈ പ്രോഗ്രാം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള 26 ക്യാമ്പസുകളിൽ നിന്നുള്ള പ്രോഗ്രാം മ്യൂസിക് ബാൻഡുകളാണ് കണ്ടസ്റ്റൻസ് ആയിട്ട് നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്ന് സെലക്റ്റീവ് ആയിട്ട് 8 കോളേജുകളെയാണ് ഇതിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി ഇൻ ദ സെൻസ് ജൂറി മ്യൂസീഷ്യൻസ് തന്നെയാണ് അവർ സെലക്ട് ചെയ്തത്. ആ 8 ടീമുകളായിരിക്കും ജനുവരി 17 കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത്. രാവിലെ 9 മണി തുടങ്ങി 2 മണി 3 മണി വരെയുള്ള സമയം. നമ്മുടെ ഈ പരിപാടിയുടെ പ്രധാന ഉദ്ദേശം കുട്ടികളുടെ ഇടയിൽ, പ്രത്യേകിച്ച് കോളേജുകളുടെ ഇടയിലുള്ള മ്യൂസിക് ബാൻഡ്, ഈ ജോൺ പി വർക്കി എന്ന് പറയുന്ന വ്യക്തിയുടെ നെയിം കോളേജുകളുടെ മ്യൂസിക് ബാൻഡ്, തനത് മ്യൂസിക് ബാൻഡ്, അതിന് പ്രത്യേകത ഉള്ളതാണ്. തനത് മ്യൂസിക് ബാൻഡാണ്. ഇപ്പോൾ ഉള്ള പോലത്തെ ഫ്യൂഷൻസുകളെക്കാൾ ഉപരിയായിട്ട് സ്വന്തമായിട്ട് പാട്ട് ചിട്ടപ്പെടുത്തി എഴുതി ട്യൂൺ ചെയ്യുന്ന രീതി, അങ്ങനെ ഒത്തിരി ബാൻഡുകളുണ്ട്. അതിനെ കൂടെ പ്രോത്സാഹിപ്പിക്കുക, കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും ഇതിന്റെ ഒരു യുണീക് USP എന്ന് പറയുന്നത്. അതാണ് ആ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ 8 കോളേജുകളാണ് ഇപ്രാവശ്യം കോമ്പറ്റീഷന് വരുന്നത്. 26 കോളേജുകളുടെ ഇതുണ്ടായിരുന്നു കണ്ടസ്റ്റൻസിന്റെ ലിസ്റ്റ് കിട്ടിയിരുന്നത്. അതിന് 8 പേരെയാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അലൂമിനിയാണ് നേതൃത്വം വഹിക്കുന്ന ഇവിടെ കൺവീനറുണ്ട് ജോസഫ് ചാക്കോ, പ്രിയ ചേച്ചി, വിനോദ് ചേട്ടൻ, ഇവർ 3 പേരുണ്ട് ഇതിനകത്ത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ അലൂമിനെ ഏറ്റവും കൂടെ ഇതിന്റെ ഒപ്പം നടക്കുന്നു. നമ്മൾ ഈ പ്രോഗ്രാമിന്റെ അമ്മീസ് എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ ആത്യന്തികമായ ലക്ഷ്യം നേരത്തെ പറഞ്ഞ മാതിരി കേരളത്തിലുള്ള കോളേജ് വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇതുപോലെയുള്ള സംഭവങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള പ്ലാറ്റ്ഫോം, ഇത് കൺസിസ്റ്റന്റ് ആണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം ചെയ്തിരുന്നു, അമ്യൂസ് 2 എന്ന് പറഞ്ഞ ഈ കൊല്ലം ചെയ്യുന്നു, ഇത് തുടരും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ റിയാലിറ്റി ഷോകളുടെ ഇടയിൽ പലപ്പോഴും വേറെ രീതിയിലുള്ള കോമ്പറ്റീഷൻസ് പോകുമ്പോൾ കുട്ടികൾക്ക് കറക്റ്റ് ആയിട്ട് ചെന്നുപെടാവുന്ന രീതിയിൽ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലൊരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം. അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം അത് കൃത്യമായി പറഞ്ഞിരുന്നു. രണ്ടാമതിന്റെ ഒപ്പം വരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കോളേജിൽ തന്നെ ഇതിനൊരു ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ ഒരു എന്താ പറയാ മ്യൂസിക്കിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഒരു സിസ്റ്റം, ഒരു ഇക്കോ സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക. അതുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പുകൾ, അതുപോലെ ബന്ധപ്പെട്ട ബാക്കി സെമിനാറുകൾ, ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ, അങ്ങനത്തെ കാര്യങ്ങൾ പോകെ വരുന്ന വർഷങ്ങളിൽ അത് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. നമ്മുടെ അലൂമിനയിൽ തന്നെ പലരും മ്യൂസിക്കുമായി നേരിട്ട് ബന്ധമുള്ള വ്യക്തികളാണ്. ഇപ്പം ജോൺ പി വർക്കി ചേട്ടൻ,
പ്രമുഖ വയലിനിസ്റ്റ് മനോജ് ടി ജോർജ്, മ്യൂസിക് ഡയറക്ടർ അൽഫോൺസ്, ഇങ്ങനെ ഒത്തിരി പേരുണ്ട്. സിനിമ ഫീൽഡിലുള്ളവരൊക്കെ ഉണ്ട്. ഇതിൽ മനോജ് ടി ജോർജ് ആണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ മെന്ററൊക്കെ. അപ്പോൾ വളരെ ഭംഗിയായിട്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്. ഇത് വരും വർഷങ്ങളിലും ഉണ്ടാകും. കഴിഞ്ഞ വർഷത്തേക്കാളും കൂടുതൽ പാർട്ടിസിപ്പൻസ് പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്. കണ്ടസ്റ്റൻസ് ആയിട്ട് വന്നിട്ടുള്ളൂ. അതാണ് പ്രധാനമായിട്ടും ഇതിനകത്ത് പറയുന്ന കാര്യം. നമ്മൾ ഓൾറെഡി ഇവർക്ക് നമ്മൾ ഒരു മാസത്തോളം നമ്മുടെ സമയം കൊടുത്തിരുന്നു. അപ്പൊ ഇവരാദ്യം ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 മിനിറ്റിന്റെ 5 മിനിറ്റിനകത്തുള്ള ഒരു വീഡിയോ അവർക്ക് പാട്ട് പാടി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് ജൂറിക്ക് അയക്കണമായിരുന്നു. അൺഎഡിറ്റഡ് സ്പോട്ട് വേർഷൻ ടൈപ്പ് തന്നെ. അത് അവർ ജൂറി അത് എഡിറ്റ് ചെയ്തതിന് ശേഷമായിരുന്നു അതിനെ സ്ക്രീൻ ലിസ്റ്റ് ചെയ്തത്. അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത 8 ടീമുകളായിരിക്കും ഫൈനലിൽ കോമ്പറ്റീഷനായിട്ട് വരിക. വൺ ഡേ ആയിട്ടുള്ള പ്രോഗ്രാം. അതിന് സ്പോട്ട് ജൂറിങ് ആണ്. അതിന് പ്രോഗ്രാമുള്ള ജൂറീസ് ഉണ്ടാവുന്ന ദിവസം തന്നെ അവരാണ്. അതെ അതെ. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 1 ലക്ഷം രൂപയാണ് നമ്മുടെ ഇതിന്റെ പ്രൈസ് മണി. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആയിട്ട്. പിന്നെ അതിനകത്ത് സെലക്റ്റീവ് ആയിട്ട് ഇൻഡിവിജ്വൽ പ്രൈസസ്, കമന്റബിൾ ആയിട്ടുള്ള പെർഫോമൻസുകൾ വരുന്ന രീതിയിലേക്ക് ഇൻഡിവിജ്വൽ പ്രൈസുകളും അതിനകത്ത് ഉണ്ടാവും. 1 ലക്ഷം രൂപയാണ് ബാക്കി അതിന്റെ പ്രൈസ് മണി. രാവിലെ 9 മണിക്ക് ആരംഭിക്കും. 2 മണി 3 മണി 2 മണി 2:30 കൂടിയാണ് നമ്മൾ അവസാനിക്കുന്നത്. 9 to 2 എന്നുള്ള രീതിയിലാണ് നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് വൈകിട്ട് ഈ അലുമിനയുടെ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം 5:30 മണിയോടുകൂടി ഹരിശങ്കറിന്റെ നേതൃത്വത്തിലുള്ള ലൈവ് ബാൻഡ്. അപ്പൊ അത് പബ്ലിക് ഫംഗ്ഷൻ ആണ്. അതൊരു അവാർഡ് സെറമണി ഉണ്ടായിരിക്കും. അതിനൊപ്പം തന്നെ ഈ പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷം ഒരു അവാർഡ് സെറമണിയിലായിരിക്കും ഇതിൽ വിജയികൾ പ്രഖ്യാപിക്കുക. അതിനുശേഷമായിരിക്കും ഈ മ്യൂസിക് ബാൻഡ് ഉണ്ടാവുക. ഹരിശങ്കറിന്റെ ലൈവ് പ്രോഗ്രാം. ജോസഫ് ചാക്കോ, ജനറൽ കൺവീനർ. ജോസഫ് ചാക്കോ, ഡയസ് പ്രിൻസിപ്പൽ ജാർജ്, ബിനോയ്, പ്രോഗ്രാം കോർഡിനേറ്റർ ഫാദർ